സഞ്ചാരം എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായ വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. വലിയൊരു ആരാധക നിര തന്നെയാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഉള്ളത്. പൊതുവെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്രയ്ക്ക് കാണാറില്ല. എന്നാൽ അടുത്ത കാലത്തായി അദ്ദേഹം നിരവധി ഇന്റർവ്യൂസ് ഒക്കെ നൽകിയതായി നമുക്ക് കാണാം. നിരവധി യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം തന്റെ ആദർശങ്ങളെക്കുറിച്ചും തന്റെ യാത്രകളെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ചെലവ് കുറഞ്ഞ് എങ്ങനെ യാത്ര ചെയ്യാം, എവിടേക്കൊക്കെ പോകാം എന്നതിനെക്കുറിച്ചെല്ലാം സന്തോഷ് ജോർജ് കുളങ്ങര വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. നമുക്കൊരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപയുണ്ടെങ്കിൽ അത് വച്ച് നമുക്ക് എവിടെയൊക്കെ പോകാം, എത്രത്തോളം ചെലവ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യാത്രാ പ്രേമികൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. എന്നാൽ അടുത്ത കാലത്ത് അദ്ദേഹം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ഓൺലൈൻ ചാനലിന് ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് ഇപ്പോൾ കൈയടിക്കുകയാണ്. ശരിക്കും ഒരു അഭിമുഖം നൽകുകയാണെങ്കിൽ ഇങ്ങനെയാണ് നൽകേണ്ടതെന്നും ആവശ്യമില്ലാത്ത അവതാരികയുടെ ചോദ്യങ്ങൾക്കൊക്കെ ഇതുപോലെ കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകണമെന്നും ഒക്കെയാണ് പലരും പറയുന്നത്. ഈ ഒരു അഭിമുഖത്തിൽ റഹ്മാന്റെ വിവാഹമോചനത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. റഹ്മാൻ വിവാഹമോചനം നടത്തിയതിനെ പറ്റി എത്രത്തോളം വാർത്തകളാണ് വന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഡൈവോഴ്സിനെ കുറിച്ച് ഒരു താരങ്ങളുടെ അല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികളുടെ ഡൈവോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന എന്തെല്ലാം അശ്ലീല കമൻറ്റുകളാണ്, എന്തെല്ലാം മോശം കമൻറ്റുകളാണ്. ഈ ഡൈവോഴ്സിന് കാരണമാക്കിയ സാഹചര്യങ്ങൾ എന്തെങ്കിലും നമുക്കറിയുമോ? അറിയില്ല. ഒരു തരത്തിലും. നമ്മളായിരുന്നു അതിന് സ്ഥാനത്തെങ്കിൽ 7 പണ്ട് ചിലപ്പോൾ ഡൈവോഴ്സ് ചെയ്ത് പോകേണ്ട കേസായിരിക്കും അത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കേസായിരിക്കും അത്. നമുക്കൊന്നും അറിയാത്ത വലിയൊരു പ്രശ്നം ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കാം. ഇതൊന്നും അറിയാത്ത നമ്മൾ പുറത്തു നിന്ന് എന്ത് കമന്റ് ഇടാനാണ്? നമ്മൾ സ്വയം വിഡ്ഢിയാകല്ലേ അതിലൂടെ സംഭവിക്കുന്നത്, അല്ലേ? അവർക്ക് വാലിഡായ ഒരു കാരണം കാണും, ഇല്ലേ? അല്ലാതെ ഇത്ര നാൾ ഒന്നിച്ച് ജീവിച്ച ഒരാൾ തീരുമാനം എടുക്കില്ല. ഇപ്പോൾ റഹ്മാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അതിൻ്റെ ഇട്ടത്. റഹ്മാനേക്കാൾ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് അയാളുടെ കുടുംബത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ? ആ കുടുംബത്തിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് അതിനേക്കാൾ ധാരണയുണ്ടോ? ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ച റഹ്മാനും ഭാര്യയ്ക്കും ഉള്ളതിനേക്കാൾ വിവരമാണോ നിങ്ങൾക്കുള്ളത് ആ കുടുംബത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ? ഒരുപാട് അലിഗേഷൻസ് അല്ലേ സാർ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ റഹ്മാൻ എവിടെ നിൽക്കുന്നു? അയാളുടെ പ്രതിഭ കൊണ്ടും ബ്രില്യൻസും കൊണ്ടാണ് അയാൾ ഇന്നത്തെ അയാളായത്. അല്ലാതെ നമ്മൾ ആരും സ്പോൺസർ ചെയ്തിട്ടല്ല. റഹ്മാൻ അങ്ങ് വളർത്തിക്കളയാന്ന് വിചാരിച്ച് 92-ല് റോജ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാം കൂടെ പിരിവെടുത്ത് അയാളെ വളർത്തിയതാണോ? അയാളുടെ പ്രതിഭ കൊണ്ട് അയാൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അയാളുടെ ആരാധകരായി മാറിയതാണ്. ഒരു ദിവസം അയാളും അയാളുടെ ഭാര്യയും കൂടെ തീരുമാനിക്കുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 29 വർഷങ്ങൾക്ക് ശേഷം പിരിയാനെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്നും റഹ്മാൻ നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രബുദ്ധരാണെങ്കിൽ, അല്ലേ? നിങ്ങളുടെ തീരുമാനം ശരിയാവട്ടെ, ഇനിയും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒന്നിച്ചു പോകാൻ ശ്രമിക്കൂ, ഞങ്ങൾ അതിനുവേണ്ടി പിന്തുണ നൽകുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നിടത്താണ് മാന്യത. അല്ലാതെ കമന്റ് ഇട്ടവനൊക്കെ സെപ്റ്റിക് ടാങ്കിനേക്കാൾ വൃത്തികെട്ട മനസ്സുള്ളവരാ. എന്നിട്ടാണ് റഹ്മാനെ ഉപദേശിക്കാൻ പോകുന്നത്. വ്യക്തിഹത്യ ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയ മുൻപന്തിയിൽ തന്നെയാണ്. അടുത്ത കാലത്താണ് റഹ്മാന്റെ വിവാഹമോചന വാർത്ത ശ്രദ്ധ നേടിയത്. അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ പറഞ്ഞത്? ശരിക്കും എന്താണ് അദ്ദേഹത്തിന്റെ വിവാഹമോചനത്തിന്റെ കാരണമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ നിങ്ങളുടെ തീരുമാനം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശംസിക്കുകയാണ് വിവരമുള്ളവർ ചെയ്യേണ്ടത്. അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞു പരത്തുകയല്ല വേണ്ടത്. ഒരു ദിവസം നമ്മൾ പിരിവിട്ട് വിജയിപ്പിച്ചെടുത്ത ഒരാളല്ല റഹ്മാൻ. റോജ എന്ന ചിത്രം റിലീസായതിനു ശേഷം ആരെങ്കിലും പിരിവിട്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്തതാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ചു വന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരാധകരായവരാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള നമ്മൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വിവാഹമോചനം നടത്തി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയാണ് ചെയ്തത്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇത് ഭയങ്കര രൂക്ഷമാണ്. സോഷ്യൽ മീഡിയ ഇതിൽ കുറച്ച് ഓവറാണ്. വ്യക്തിഹത്യ. നിങ്ങൾ അറിയാത്ത ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു സെന്റൻസ് കേട്ടിട്ട് അവനെ എന്തിനാണ് ചീത്ത വിളിക്കുന്നത്, കൊല്ലുന്നത്? ഏതോ സാഹചര്യം നമ്മളൊക്കെ എന്തെല്ലാം സെന്റൻസുകൾ ആ സന്ദർഭത്തിൽ നടത്തിയെടുത്താൽ നമ്മളൊക്കെ പറഞ്ഞത് തെറ്റായി പോകാവുന്ന, വ്യാഖ്യാനിക്കാവുന്ന എത്രയോ സെന്റൻസുകളും വാക്കുകളും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ലേ? നമ്മൾ ഈ പറഞ്ഞതിലെ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിലെ ഏതെങ്കിലും ഒരു സെന്റൻസ് എടുത്തിട്ട് മറ്റൊരിടത്ത് കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ ആ സെന്റൻസ് മാത്രം എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ ഒരു കോൺട്രാസ്റ്റ് അർത്ഥം വരുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട്. അതുമാത്രം കേട്ടിട്ട് ഇയാൾ ഇത് മാത്രമാണ് പറഞ്ഞതെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ കരുതാതെയോ ഒരു മനുഷ്യനെയും അവൻ്റെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും എല്ലാം പിന്നെ ശിഷ്ടകാല ഈ ഭൂമി ജീവിക്കാനേ അർഹരല്ല എന്നുള്ള മട്ടിൽ കൊല വിളിക്കുന്നത് എന്ത് മനുഷ്യത്വമാണ്?
എന്നിട്ടാണോ ഈ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്? എന്നിട്ടാണോ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത്? എന്നിട്ടാണോ നിങ്ങൾ നാട്ടുകാരെ നന്നാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്? അപ്പം നമ്മൾ നിയന്ത്രിക്കുക. നമ്മുടെ ഒരു വാക്ക്, നമ്മൾ അറിയുന്ന ഒരാളെന്നിരിക്കട്ടെ, സമൂഹത്തിന് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അയാൾ ചെയ്ത വൃത്തികേടാണെങ്കിൽ നമ്മൾ വിമർശിക്കണം, പരിഹസിക്കണം. പക്ഷേ പല സ്ഥലത്തുനിന്ന് അടർത്തിയെടുത്ത് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അതിനൊരു മിതത്വം പാലിക്കണം, വേണ്ടേ? നമുക്കറിയാത്ത സാഹചര്യങ്ങളിൽ ഈ വ്യക്തിഹത്യകൾ ചെയ്യരുത്. കാരണം അത് എത്ര കുടുംബങ്ങളെ തകർത്ത് കളയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് മറ്റൊരു സാഹചര്യത്തിൽ വേറൊരു ഇൻ്റർവ്യൂവിൽ വേറൊരു ചോദ്യത്തിനുത്തരമായിട്ട് പറഞ്ഞത് എടുത്തിട്ട് ഇയാൾ ഇന്നയാളെക്കുറിച്ച് പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്തിട്ടിട്ട് ഇതങ്ങോട്ട് ഇടും. ഇത് കാണുന്ന വിചാരിക്കുന്ന ആൾ അതങ്ങ് വിശ്വസിച്ചിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാം അങ്ങ് ചീത്ത പറയും. ഇതൊന്നും അറിയാതെ ഏതോ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ അതവിടെ ഇരുന്നിട്ട് കാണുകയും അവൻ്റെ കൂട്ടുകാർ അവനെ അതിന് പരിഹസിക്കുകയും അവനെ ആ ക്ലാസ്സിൽ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ദ്രോഹം ആരെയാണ് ബാധിച്ചത്? ഇതൊന്നും അറിയാത്ത, നിഷ്കളങ്കമായ, ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു മനുഷ്യജീവിയല്ലേ അത്. അവൻ അതിൻ്റെ പേരിൽ ഡിപ്രഷൻ ബാധിച്ചാൽ, അല്ലെങ്കിൽ അതുപോലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്താൽ, നിങ്ങൾ ആ കുടുംബത്തിനുണ്ടായ, ആ ജീവിതത്തിനുണ്ടായ നഷ്ടം തിരിച്ചു കൊടുക്കുമോ? ഇത് ഓരോ ആളും ഓരോ കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിലാണ് സംഭവിച്ചെങ്കിൽ എന്തായിരുന്നു ചിന്തിച്ചിട്ട് വേണം ഒരു കമൻ്റ് ഇടുമ്പോൾ, ഒരാളെ നിങ്ങൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ നിങ്ങൾ അതിന് മുതിരുന്നതിന് മുമ്പ് ഇത് തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കണം.